A+2 സ്വാഗതം. കേരളത്തിലെ ക്ഷേമനിധി പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനം തന്നെയാണ്. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ പറയാമെങ്കിലും കൃത്യമായും ഈ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഉദാസീനത ഉണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പല കോർണറുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് നിരവധി സമയങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം ശരിയായ വിധത്തിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല എന്നും കൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്ക് ഉള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയവയാണ്. ഈ പെൻഷനുകൾ 1600 രൂപയാണ് പ്രതിമാസം നൽകാനുള്ളത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ പെൻഷനും കുടിശ്ശിക ഉണ്ടായിരുന്നു. കുടിശ്ശികയിൽ ചിലത് ഇനിയും കൊടുക്കാൻ ഉണ്ട്. കൃത്യമായും കഴിഞ്ഞ കുറേ നാളുകളായി ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട്, പ്രതിമാസം 1600 രൂപ വീതം. പക്ഷേ കേരളത്തിലെ 30 ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും ഇപ്പോഴും കുടിശ്ശികയായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കേരളത്തിലെ ഈ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്ന് പറയുന്നത് വിവിധ തരം ക്ഷേമനിധി ബോർഡുകൾ കേരളത്തിലുണ്ട്. 30 ക്ഷേമനിധി ബോർഡുകളാണ് ഉള്ളത്. ഈ 30 ക്ഷേമനിധി ബോർഡുകളിൽ ഈ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡുകളായ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡ്, കാട്ടുവള്ളി തഴ തൊഴിലാളി, ബീഡു ചുരുട്ട് തൊഴിലാളി, ചെറുകിടം തോട്ടം തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കർഷക തൊഴിലാളി, മദ്രസ അധ്യാപകർ, മത്സ്യത്തൊഴിലാളി തുടങ്ങി നിരവധി വിഭാഗം ആളുകൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി ബോർഡുകളും ഉണ്ട്. ഈ ക്ഷേമനിധി ബോർഡുകളിലേക്ക് സർക്കാർ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നത് 2 വിധത്തിലാണ്. ആദ്യത്തേതാണെങ്കിൽ മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം സർക്കാർ നേരിട്ട് തന്നെ 1600 രൂപ ക്ഷേമനിധി പെൻഷനായി നൽകാറുണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളി പെൻഷൻ, ക്ഷീര കർഷക പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങി 16ൽ പരം ക്ഷേമനിധി ബോർഡ് പെൻഷനുകളാണ് ഇങ്ങനെ സർക്കാർ ക്ഷേമ പെൻഷനോട് ഒപ്പം മാസം തോറും നൽകുന്നത്. എന്നാൽ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായി ചേരുന്നവർ നൽകുന്ന അംശാദായവും സർക്കാർ നൽകുന്ന സഹായവും ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്വന്തം നിലയ്ക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാറുണ്ട്. ഈ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെ ഉള്ളവ ഈ വിഭാഗത്തിൽ ഉള്ളതാണ്. ഇതിൽ തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണം തടസ്സപ്പെട്ടിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട്. 56,000-ൽ പരം പെൻഷൻകാർ ഉള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2 മാസത്തെ ആനുകൂല്യം ഇപ്പോൾ നിലവിൽ കുടിശ്ശികയായി തീർന്നിട്ടുണ്ട്. റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലാണെങ്കിൽ 1.5 കോടിയിലേറെ രൂപ കുടിശ്ശികയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിൽ മരണാനന്തര ധനസഹായം 20 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോഴും കുടിശ്ശികയായി തീർന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പല ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പം നൽകാനുള്ള വിവിധ ആനുകൂല്യങ്ങൾ വേറെയുണ്ട്. ഇവ നാളുകളായി കുടിശ്ശികയായി തീർന്നിട്ടുണ്ട്. ഈ ബോർഡുകളെല്ലാം ലയിപ്പിച്ച് ചെലവ് കുറയ്ക്കാനുള്ള നീക്കം നാളിതുവരെ പൂർണ്ണമായും നടപ്പായിട്ടുമില്ല.
ഈ ക്ഷേമനിധി ബോർഡുകളിലൊക്കെ ചെയർമാനായാലും മെമ്പർമാർക്കായാലും അവർക്ക് ഒരു കുടിശ്ശികയും ഇല്ലാതെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. 7 വർഷമായി ഈ കർഷക തൊഴിലാളി ക്ഷേമ നിധി ബോർഡിൽ അംഗമായിട്ടുള്ളവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. ഓർക്കുക, 7 വർഷമായിട്ടുണ്ട്. ഓരോ അംഗങ്ങൾക്കുമുള്ള കുടിശ്ശികയാണെങ്കിൽ 450 കോടി രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം 30 കോടിയാണ് ആകെ അനുവദിച്ചത്. 450 കോടി കുടിശ്ശിക ഉള്ളപ്പോൾ 30 കോടി കൊണ്ട് അതിൻ്റെ 100% പോലും ഗുണം ലഭിക്കാൻ ആ അംഗങ്ങൾക്ക് സാധിക്കുകയുമില്ല. ഇപ്പോൾ ആനുകൂല്യം കാത്തിരിക്കുന്ന 3 ലക്ഷം പേരുണ്ട്. അതിൽ തന്നെ റിപ്പോർട്ട് പ്രകാരം ഈ ആനുകൂല്യം കിട്ടാതെ പലരും മരണമടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണെങ്കിൽ 3,80,000 പെൻഷൻകാരുണ്ട്. അവർക്ക് 16 മാസത്തെ കുടിശ്ശിക പെൻഡിങ്ങാണ്. ഇതിൽ 1 മാസത്തെ കുടിശ്ശികയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത്. ഇനി 1,200 കോടി കൊടുക്കാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 30 ക്ഷേമനിധി ബോർഡുകളിലായി നേർപകുതിയെങ്കിലും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയോ നാളുകളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ 62 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ, നേരത്തെ സൂചിപ്പിച്ച വാർദ്ധക്യകാല വിധവ പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ കൃത്യമായും മുടങ്ങാതെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിലും 2 മാസത്തെ കുടിശ്ശിക ഇനിയും കൊടുക്കാൻ ബാക്കി കിടപ്പുണ്ട്. എന്നാൽ അംശാദയം കൃത്യമായും നൽകുന്ന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കാണ് കൃത്യമായും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമല്ല എന്നുള്ളതിൻ്റെ കാരണത്താലാണ് ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് മന്ദീഭവിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. പക്ഷേ പ്രിയോറിറ്റി നൽകേണ്ട ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ അത് നൽകാതെ സർക്കാർ മറ്റ് പല കാര്യങ്ങൾക്കും പ്രിയോറിറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഈ പാവപ്പെട്ടവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നതും. പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകണം എന്നുള്ള പല തലത്തിൽ നിന്നുള്ള ആവശ്യങ്ങളും സർക്കാർ പൂർണ്ണമായ തോതിൽ ഇതുവരെ അതിന് മനസ്സുകൊണ്ട് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതും. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. അത് തീർച്ചയായും അതിനുള്ളിൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി തന്നെ ഈ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുമോ എന്നുള്ളതാണ് ഈ തൊഴിലാളികളും ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള മറ്റുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നത്.